ഹായ് ഫ്രണ്ട്സ്, വരാൻ പോകുന്ന ബഡ്ജറ്റിൽ പവർ സെക്ടറിൽ നല്ലൊരു ഫോക്കസ് ഉണ്ടാകുമെന്നാണ് പൊതുവെ മാർക്കറ്റ് കണക്കൂട്ടുന്നത്. അതിനൊരു കാരണം 2030 ആകുമ്പോഴേക്കും പവർ ജനറേഷൻ നോൺ ഫോസിൽ റിന്യൂവബിൾ സോഴ്സിൽ നിന്നാകണമെന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കാൻ നമ്മുടെ രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു അലോക്കേഷൻ പ്രത്യേകിച്ച് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളിൽ, അതുപോലെ എൻഹാൻസ്ഡ് ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, അതേപോലെ ഈ ഒരു രംഗത്തുള്ള ഇന്നോവേറ്റീവ് ടെക്നോളജീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കാപ്പെക്സിൻ്റെ സാധ്യത എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ. അപ്പോൾ ഈ ഒരു പവർ സെഗ്മെന്റിൽ കുറേ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിലും അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. CESC അഥവാ കൽക്കത്ത ഇലക്ട്രിക് സപ്ലൈ കോർപ്പറേഷൻ എന്ന ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസ് ലെവൽ നമുക്ക് 180 എന്നുള്ള ഒരു റേഞ്ച്, 175, 150 ആ ഒരു ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഫേസ് വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 1 രൂപയാണ്. അപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ 1 രൂപ ഫേസ് വാല്യൂവിൽ അത് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ അത് 2021 ഈ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നത്. ആ സമയത്ത് അതിൻ്റെ 52 വീക്ക് ഹൈ പ്രൈസ് 800 രൂപയായിരുന്നു. അപ്പോൾ 800 രൂപയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നത്. അപ്പോൾ 1:10 എന്നുള്ള ആ ഒരു സ്പ്ലിറ്റ് അന്ന് നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 1800 രൂപയ്ക്ക് മുകളിലായിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രൈസ് ഇപ്പോൾ 180 ലെവലിൽ വന്നത് സ്പ്ലിറ്റിന് ശേഷമാണ്. അതുകൊണ്ടാണ് സ്റ്റോക്കിൽ വന്നതുപോലെ ലിക്വിഡിറ്റി വർദ്ധിച്ചത്. അപ്പോൾ ഈ കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ രൂപീകരിക്കപ്പെട്ട ഒരു പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ ആ രംഗത്തുള്ള ഒരു കമ്പനിയാണ്. ഇത് പ്രധാനമായിട്ടും കൽക്കത്ത ബേസ്ഡ് ആയുള്ള ഈ ഒരു കമ്പനി കൽക്കത്തയിലെ ഹുഗ്ലി, ഹൗറ, അതുപോലെ നോർത്ത് ആൻഡ് സൗത്ത് റീജിയൻസ് ഓഫ് വെസ്റ്റ് ബംഗാൾ ഈ മേഖലകളിലൊക്കെ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ടാണ് നമുക്ക് CESCയെ കാണാൻ കഴിയുക. അപ്പോൾ ഈ ഒരു കമ്പനി RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ്. ഈ RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് ആണ്. അവർക്ക് പവർ ആൻഡ് എനർജി മാത്രമല്ല, ഇപ്പോൾ കാർബൺ ബ്ലാക്ക് മാനുഫാക്ചർ PCBL എന്ന് പറയുന്ന കമ്പനി ഇവരുടേതാണ്. അതുപോലെ റീറ്റെയിൽ സെഗ്മെൻറ്റിലും സ്പെൻസേഴ്സ് എന്ന് പറയുന്ന റീറ്റെയിൽ ചെയിൻ ഇവരുടേതാണ്. അതുപോലെ IT എനാബിൾഡ് സർവീസുകൾ, അതേപോലെ FMCG സെഗ്മെൻറ്റിലുമുണ്ട്. അതുപോലെ മീഡിയ, എൻ്റർടൈൻമെൻറ്റ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, കൂടാതെ എഡ്യൂക്കേഷൻ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് RP സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പ്. അപ്പോൾ അവരുടെ കീഴിലുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഈ പറയുന്ന CESC എന്ന് പറയുന്ന ഈ ഒരു പവർ കമ്പനി. അപ്പോൾ ഇവർ ഏകദേശം 3.4 മില്യൺ കൺസ്യൂമേഴ്സിന് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് രംഗത്തും ഇൻഡസ്ട്രിയൽ രംഗത്തും അതുപോലെ കമേഴ്ഷ്യൽ രംഗത്തും യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഇവരുടെ പാരൻറ്റ് കമ്പനി കൂടാതെ ഇവർക്ക് സബ്സിഡിയറി കമ്പനികളുമുണ്ട്. അപ്പോൾ കൽക്കത്തയിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ഇവരുടെ പവർ ജനറേഷൻ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സബ്സിഡിയറീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നോയിഡ പവർ എന്ന് പറയുന്നുണ്ട്, സബ്സിഡിയറി ഉണ്ട്. അതുപോലെ ഹാൽദിയ എനർജി ലിമിറ്റഡ്, അതുപോലെ ധരിവാൾ ഉള്ള പ്രൊജക്റ്റ്, ക്രസൻറ്റ് പവർ എന്ന് പറയുന്ന പ്രൊജക്റ്റ്, അതുപോലെ കോട്ട, ബിക്കാനീർ, ഭാരത്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പവർ ജനറേഷൻ കമ്പനിയാണ് ഈ CESC എന്ന് പറയുന്നത്. കൂടാതെ ഈ സോളാർ റിന്യൂവബിൾ രംഗത്ത് ഗുജറാത്തിലും തമിഴ്നാട്ടിലും ഒരു കമ്പൈൻഡ് കപ്പാസിറ്റി ആയിട്ട് ഏകദേശം 27 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റുകളും റൺ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ ഒരു ബിസിനസ് പെർഫോമൻസ് നോക്കിയാൽ 2023-24 വർഷങ്ങളിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ നോക്കുക, അത് ഏകദേശം 14-16% മാത്രമാണ്. ഇപ്പോൾ പവർ ജനറേഷൻ രംഗത്തുള്ള ലീഡിംഗ് കമ്പനികളെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ്. കാരണം പിയർ കമ്പനികളുടെ ഇപ്പോൾ OPM നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് 20% മുതൽ 80% വരെയൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയാനുള്ള കാരണം എക്സ്പെൻസ് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ എക്സ്പെൻസ് കുറവായിട്ട് ഈ പവർ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ CESC എന്നതിൻ്റെ പവർ ജനറേഷൻ പ്രധാനമായിട്ടും തെർമൽ ബേസ്ഡ് ആയിട്ടുള്ള താപവൈദ്യുത നിലയങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇൻപുട്ട് കോസ്റ്റ് വളരെ അധികമായിരിക്കും. അതുകൊണ്ട് എക്സ്പെൻസസ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ കോൾ, അതുപോലെ ഗ്യാസ് അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റുകളായിരിക്കും പ്രധാനമായിട്ടും ഇതിൻ്റെ തെർമൽ പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻപുട്ട് കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ റിന്യൂവബിൾ റിസോഴ്സിലൂടെ കൂടുതൽ ഉൽപ്പാദനത്തിലേക്ക് മാറിയാൽ മാത്രമേ ചെലവ് കുറഞ്ഞ വൈദ്യുതി ഉൽപ്പാദനം എന്നൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് കമ്പനി നേടി എന്നതാണ് അവരുടെ പുതിയ പ്ലാനുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ 3 ഗിഗാവാട്ടിൻ്റെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ, അതുപോലെ റിന്യൂവബിൾ റിസോഴ്സിൻ്റെ രണ്ടും കൂടി ചേർന്നുകൊണ്ട് ഒരു ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പൂർവ ഗ്രീൻ പവർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഈ ഒരു ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ ഇവർ രൂപീകരിക്കുന്നത്.
ഇനോക്സ് വിൻഡുമായി ചേർന്ന് ഓൾറെഡി 1500 മെഗാവാട്ടിൻ്റെ ഒരു വിൻഡ് ടർബൈൻ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഇവർ ഓൾറെഡി അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ 3-4 വർഷങ്ങൾ കൊണ്ട് തന്നെ ഇത് കമ്മീഷൻ ചെയ്യുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ രാജസ്ഥാനിലെ 300 മെഗാവാട്ടിൻ്റെ സോളാർ പാർക്കിൻ്റെ ഒരു നിർമ്മാണം പുരോഗമിക്കുകയാണ്. കൂടാതെ ഈ കമ്പനി ഗുജറാത്ത് ഗവൺമെൻറ്റുമായിട്ട് ഒരു 20,000 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഒരു സോളാർ വിൻഡിൻ്റെ ഒരു ഹൈബ്രിഡ് പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. കൂടാതെ 10,500 മെട്രിക് ടണ്ണിൻ്റെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ബിഡ് ഓൾറെഡി ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും CESE നേടിയെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇവരുടെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് ഒരു 3 വർഷം കൊണ്ട് തന്നെ കമ്മീഷൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഭാവിയിൽ കൂടുതൽ കപ്പാസിറ്റി അഡിഷൻ നേടുന്ന രീതിയിലുള്ള ഒരു പൈലറ്റ് പ്രൊജക്റ്റാണ് ഈ പറയുന്ന ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റുകൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ റിന്യൂവബിൾ ഗ്രീൻ ഹൈഡ്രജൻ പവർ സെഗ്മെൻറ്റിൽ വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകുന്നത് ഭാവിയിൽ ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ പതിച്ചു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് 142% ബമ്പർ റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ പവർ സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകളുടെ ഒരു പ്രത്യേകത അതിൻ്റെ നമ്മൾ പാസ്റ്റ് പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യില്ല. അത്രമാത്രം മോശം പെർഫോമൻസ് ആയിരിക്കും പാസ്റ്റ് പെർഫോമൻസ് കാണാൻ കഴിയുക. പക്ഷേ എല്ലാ പവർ കമ്പനികളുടെയും പ്രൈസ് CAGR നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആയിട്ട് പോകുന്നത് കാണാം. കഴിഞ്ഞ ഒരു വർഷമൊക്കെ വമ്പിച്ച ഗ്രോത്താണ്, പല സ്റ്റോക്കുകളും മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയതായിട്ടും കാണാം. അപ്പോൾ ഈ പവർ സെഗ്മെൻറ്റിലെ ഇൻവെസ്റ്റേഴ്സ് കാണുന്നത് ഫ്യൂച്ചർ ഗ്രോത്താണ്, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന വളർച്ചയ്ക്കനുസരിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ പ്രീവിയസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് അതിൻ്റെ ഒക്കെ അവസ്ഥ. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ പ്രൈസ് ഗ്രോത്ത് വൻതോതിൽ വളരുന്നതും അതേസമയം പ്രോഫിറ്റ് ഗ്രോത്തോ അതുപോലെ സെയിൽസ് ഗ്രോത്തോ അതിനാനുപാതികമായി വളരാതിരിക്കുന്നതും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പെർഫോമൻസ് വെച്ചിട്ട് കാണാൻ കഴിയും. ഈ കമ്പനിയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 24,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലെ കമ്പനിയാണ്. ടോപ്പ് 12 പവർ കമ്പനികളിൽ ഒന്നാണ് CESE എന്ന്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 12ാം സ്ഥാനത്താണ് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ കറണ്ട് പ്രൈസ് 183, 175 ആ ഒരു ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഹൈ 193 വരെ ആണ് പോയിട്ടില്ല. അപ്പോൾ ഓൾ ടൈം ഹൈക്ക് അടുത്താണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ഇതിൻ്റെ ഇൻഡസ്ട്രി PE 41.6 പക്ഷേ സ്റ്റോക്കിൻ്റെ PE 17.7. അപ്പോൾ അത് വളരെയധികം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് ഇതിൻ്റെ PE നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 2.15 ആണ്. അപ്പോൾ അതും ഒരു 3ൽ താഴെ എന്നുള്ളത് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. ഇനി ഡിവിഡൻഡ് ഈൽഡും വളരെ ആകർഷകമാണ്. 2.45% ഒരു ഡിവിഡൻഡ് ഈൽഡ് ഈ കമ്പനി കൊടുക്കുന്നുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1.27 ആണ്. ഇത് ഒരു ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പവർ സെക്ടറിലുള്ള ഏത് കമ്പനി എടുത്താലും അതിൻ്റെയൊക്കെ ഡെപ്റ്റ് വളരെ ഹൈ ആണെന്ന് കാണാം. എല്ലാം ഒന്നിന് കൂടുതലാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത, പക്ഷേ ഇവിടെ പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജ് 0 ആണ്. ഇവരുടെ ഷെയറുകളൊന്നും പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതലാണെങ്കിലും ഇവരുടെ ഒരു ബോറോയിങ്സിൻ്റെ ആ ഒരു ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര വളർന്നു വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് കടം കൂടി വരുന്നില്ല, ഇവരുടെ റിസർവ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. അതായത് നിലവിലുള്ള കടം കൂടുതലാകാതെ നിലനിർത്തുകയും എന്നാൽ റിസർവ് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കമ്പനിയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 142% ആണെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് നല്ല തോതിലൊരു സെല്ലിംഗ് പ്രഷർ ഇപ്പോൾ കമ്പനി നേരിടുകയാണ്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രൈസ് നോക്കിയാലും അത് 2% ഒക്കെ ഒരു കറക്ഷൻ സ്റ്റോക്കിൽ നടന്നതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈനിലും താഴോട്ടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും 172 എന്ന ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ആ ഒരു ലെവലായിരിക്കും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. എന്നാൽ ആ ഒരു ലെവലിൽ ഇത് ഒരു റിവേഴ്സൽ കാണിക്കുമ്പോഴായിരിക്കണം നമ്മൾ എൻട്രിയെ പറ്റി ആലോചിക്കേണ്ടത്. അല്ലാതെ ആ ഒരു ലെവലിൽ നിന്ന് ഇനിയും താഴോട്ടേക്ക് പോകുകയാണെങ്കിൽ പിന്നീട് 157 വരെയൊക്കെ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വളരെയധികം വളറ്റിലിറ്റി വരാനുള്ള സാധ്യതയുള്ളൊരു സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്ക് ഇത് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ബൈയിങ് ലെവലിൽ എത്തുമ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം ഇത് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുള്ള ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ബിസിനസ്സിൽ അഗ്രസീവായിട്ട് മുന്നോട്ട് വരുന്ന ഒരു സ്റ്റോക്ക് എന്നുള്ള നിലയ്ക്ക്, അതുപോലെ ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റോക്ക് എന്നുള്ള നിലക്കും വളരെ ശക്തമായ ഒരു സ്റ്റോക്കായിട്ടാണ് ഈ സ്റ്റോക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ പഠനം നടത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.